കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം തടയുക. ലാബ് ഉടമകളോടും ടെക്നീഷ്യന്മാരോടും സർക്കാർ നീതി കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മന്ത്രി എന്നല്ല. ഒരു മന്ത്രിയായിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ ജനപ്രതിനിധിയാണ്, പൗരനാണ്. അത് മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ആ മന്ത്രി എന്ന് പറയുന്നതിന് ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കൃത്യമായി പാലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ യൂണിയനുകളുമായി, സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ ഈ ഗവൺമെന്റ് ബാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം INTUC അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ കൂടി നിങ്ങളുടെ സമരത്തിനോടൊപ്പം ശക്തമായി കേരളമാസകലം ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വേദിയിൽ ഒരുപാട് നേരം സംസാരിക്കാൻ അറിയാവുന്ന വിഷയമാണെങ്കിൽ പോലും ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. പരിശീലനം വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട വിഷയമാണ്. ടെക്നീഷ്യന്മാർ അവർ പരിശീലനം നേടിക്കഴിഞ്ഞാൽ അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ നിലവാരം വെച്ചുകൊണ്ട് ആളുകളെ നിയമിക്കണം. എല്ലാ ലബോറട്ടറികളിലും ഡോക്ടർമാരുണ്ടാകണം, എല്ലാ ലബോറട്ടറികളിലും ക്വാളിഫൈഡ് ടെക്നീഷ്യൻ ഉണ്ടാകണം എന്നൊക്കെ പറയാനൊക്കെ നല്ലതാണ്. പക്ഷെ അതൊന്നും കേരള നാട്ടിൽ സംജാതമാകാൻ പോകുന്നില്ല. പരിശീലനം കിട്ടിയ ജീവനക്കാരെ, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ, അവരുടെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി സ്ഥാപിച്ച സ്ഥാപനങ്ങളെയും അവർക്ക് അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ജീവനക്കാരെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഈ വേദിയിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമരത്തിന് പങ്കെടുക്കാൻ എത്തിയവരും എത്താത്തവരുമായ ഏതാണ്ട് 50,000-ഓളം ആളുകളെങ്കിലും ഈ മേഖലയിൽ ഉണ്ടാകും. 8,000-ഓളം സ്ഥാപനങ്ങളും ഒക്കെയായി നിൽക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ലക്ഷക്കണക്കായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ വേഴാമ്പലിനെ പോലെ തൊഴിലും കാത്ത് കഴിയുന്ന ഒരു നാടാണ് കേരളം. ഇവർക്ക് തൊഴിൽ കൊടുക്കും എന്നൊക്കെ വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണകൂടങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം സമാന്തര മേഖലകളിൽ, സമാന്തര സംവിധാനങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ ഇങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ലാബ്, പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ, അതിന്റെ ഉടമകളും അതിലെ ജോലിക്കാരും ഏകദേശം ഞാനിങ്ങനെ കണക്കൂട്ടുമ്പോൾ 1,00,000-ഓളം ഒക്കെ വരും. രണ്ടും കൂടി, ഉടമകളും തൊഴിലെടുക്കുന്നവരും കൂടി. ഒരു 10,000-15,000-ഓളം സ്ഥാപനങ്ങളും കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയും ആളുകളുടെ ജീവിതം അതിന് മുന്നിൽ കാണാൻ ഭരണകൂടത്തിന് കഴിയാതെ പോയി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്രത്യേകത.